അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് അവിടുന്ന് ഇവരവിടെ വന്നു. അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ക്യാൻറ്റീനിൽ പോയി കഴിച്ചിട്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും, അതായത് പൂജ ഹോളിഡേയുടെ ഒരു ചെറിയ ട്രിപ്പാണേ, 2 days ട്രിപ്പ്. ഞങ്ങൾ പോകുന്നത് വാഗമണിലേക്കാണേ. അപ്പോൾ നമ്മുടെ വാഗമൺ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഏറ്റവും കേരളത്തിൽ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ബ്യൂട്ടിഫുൾ പ്ലേസിലൊന്നാണ് വാഗമൺ എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്, പിന്നെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരെ ഒന്ന് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാഗമണിലേക്ക് വിട്ടു. പൊതുവേ ഹൈ റേഞ്ചിലോട്ട് പോകുമ്പം എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല, വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പൊതുവേ വാഗമണ്ണൊന്നും ഞങ്ങൾ പിന്നെ അധികം പോയിട്ടില്ലാത്തത്. പിന്നെ ഒരു രസം അല്ലേന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ വാഗമൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇടുക്കി കോട്ടയം ഈ 2 ജില്ലകളിലായിട്ട് കിടക്കുന്നൊരു പ്ലേസാണ് വാഗമൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഫസ്റ്റ് ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തു. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അറിയില്ല കേട്ടോ, അതവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. കോതമല അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാണ്, അത് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടൊന്നുകൂടെ പറയാവേ. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ 10-15 മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഈ കുന്നുകളും മലകളും. ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. അതായത് മഴയൊന്നും ഇല്ലായിരുന്നു. മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കാനും ഒക്കെ പറ്റി നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു റൂമൊക്കെ ബുക്ക് ചെയ്ത തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണിത്. ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആയി അവിടെ ചെന്നപ്പോഴത്തേനും. 11-12 മണി അടുത്തായി. അപ്പോൾ ചോറുണ്ടെന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ വണ്ടി ചാർജിങ് സ്റ്റേഷനിൽ കുറച്ച് നേരം ഇട്ടിട്ട് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് മൂന്നാർ വന്നപ്പോഴൊക്കെ കഴിച്ച ഫുഡൊക്കെ ഭയങ്കര മോശം ഫുഡായിരുന്നു. പക്ഷേ ഇതെന്തായാലും നല്ലൊരു ഫുഡ് കിട്ടി കേട്ടോ. അത് വഴിക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലമാണേ. വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അതായത് അവിടെ തന്നെ കാറ് ചാർജ് ചെയ്യുന്ന സ്റ്റേഷനുണ്ട് അതിൻ്റെ തൊട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടുത്തെ കുരിശുമല, മുരുകൻമല എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളെടുത്ത റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങളെടുത്ത നിള കാസ്റ്റിൽ എന്ന് പറയുന്നിട്ടൊരു വില്ലയാണ് ഞങ്ങളെടുത്തത്. ഈ 2 വില്ലാസാണ് അവിടെ ഉള്ളത്. അതിൻ്റെ സ്വിമ്മിംഗ് പൂളാണിത്. അപ്പം നല്ല ഹിൽ ടോപ്പിൽ തന്നെയാണ്. അത് വാഗമൺ ജംഗ്ഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങൾ വീണ്ടും മൊട്ടക്കുന്ന് കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ അതാ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് വെച്ചാൽ വൈകുന്നേരം ആകുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മൊട്ടക്കുന്നിലോട്ട് പോവുകയാണേ. ഇതാണ് മൊട്ടക്കുന്നിലെ എൻട്രൻസ്. മെഡോസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പട്ടമൊക്കെ വാങ്ങിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത്. അവിടെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനെ എനിക്ക് തോന്നുന്നു ഏകദേശം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ടൊക്കെ ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവരവിടെ നമ്മളെ വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇത് വൈകുന്നേരം ഫുഡും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. ഇത് നെക്സ്റ്റ് ഡേ 2 ആണ്. രാവിലെയാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ ഒരുങ്ങുന്നതിൻ്റെ തിരക്കാണ്. പതുക്കെ ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഇതൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ തന്നെ 10 മണിയൊക്കെ ആകുമല്ലോ. അതാ ഞങ്ങൾ താമസിച്ചിരുന്ന വില്ലയുടെ നേരെ ബാക്കിലൊക്കെ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ്. 3-ാം ദിവസം 2-ാം ദിവസം. അപ്പൊ ഇന്നലെ കുറച്ച് സ്ഥലങ്ങളെ പോകുള്ളൂ, വൈകിട്ടായല്ലോ പോയപ്പോ. ഇന്നിപ്പോ ഞങ്ങൾ പൈൻ വാലി, പൈൻ ഫോറസ്റ്റ്, ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ തൊട്ടടുത്തൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ മനോഹരമായ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോഴത്തേനും അവിടെ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നെക്സ്റ്റ് ഞങ്ങൾ പൈൻ വാലിയിലോട്ട് പോവുകയാണ്. ഇത് അങ്ങോട്ട് പോകുന്ന വഴി ഇഷ്ടം പോലെ കടയുണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പിങ്ങിന് ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. വലിയ ആൾക്കാർക്ക് 30 രൂപയും കൊച്ചു കുട്ടികൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അവിടെ കുറേ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷികളെ പറ്റി, പക്ഷികളുടെ ചുണ്ടുകളുടെയും കാലിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേയിലയും മേടിച്ചു,
കിളിക്കൂട്. എന്തെങ്കിലും വീട്ടിലൊരു എവിടെ പോലെ ഒരു മെമ്മറിക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങുന്ന സ്വഭാവമുള്ളതാണ് കിളിക്കൂട്. ഉള്ളില് ഇതിന്റെ ഉള്ളിൽ കുടുക്ക്, ഇതിന്റെ ഉള്ളിൽ എന്താ ചിരട്ട. ചിരട്ട. അങ്ങനെ പൈൻ വാലി കണ്ടു, അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ പാർക്ക് ആ ഒരു ഏരിയയിലോട്ടൊക്കെയാണ്. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ ചെന്നിട്ട് അവിടുന്ന് ഞാനും അമ്പവും മാത്രമേ കയറിയുള്ളൂ കേട്ടോ. അവിടെ നല്ല ഫ്ലവർ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവയ്ക്ക് സുഖമില്ലായിരുന്നുകൊണ്ട് ശിവ ഇറങ്ങിയില്ല, കാരണം കയറ്റമാണല്ലോ. ഈ ഒരു സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കരുത്, കാരണം അടിപൊളി വ്യൂ ആണ്. നല്ല രസമുള്ള ഗാർഡൻ, പാർക്ക്, എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലവർ ഗാർഡൻ തന്നെ 1 മണിക്കൂറോളം നമുക്ക് കണ്ട് നടക്കാനുണ്ട്. പിന്നെ ഇവരവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ തങ്ങൽപ്പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഓഫ് റോഡ് ഒന്ന് അടിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. ഓഫ് റോഡ് എടുത്തിട്ട് കുറച്ച് ഉള്ളിലുള്ള സ്ഥലങ്ങൾ, അരുവികൾ, ഗുഹകളൊക്കെ കാണണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ശിവയുടെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം ഇനി അതിനായിട്ട് വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ച്. അപ്പം ഇത് ഞങ്ങൾ അവിടുന്ന് ഇതാ പോവാണ്. അപ്പം വീഡിയോയിൽ ഇത്രയൊക്കെ പകർത്താൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും വാഗമൺ, ഇതാ കുരിശുമല, മുരുകന്മല, ആ 2 സ്ഥലങ്ങളാണ്. ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്ന് അവിടെ വണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു.